കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ. നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉച്ചപൂജ, കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്താച്ചാല് കംസന്റെ ഗോപുരവാതിൽക്കൽ നിൽക്കണ മതയാനായ കോലയാപീഠത്തിന് മോക്ഷം കൊടുക്കണതായിട്ടാ ഇന്നത്തെ അലങ്കാരം. പൊന്നുണ്ണിക്കണ്ണൻ കാലോണ്ട് അമർത്തി ചവിട്ടിയിട്ട് ആന അങ്ങനെ നിലത്തങ്ങട് നിലംപരിശായിട്ട് കിടക്കുക. അങ്ങനെ നിലത്തിങ്ങനെ വീണ് കിടക്കണ ആനയുടെ തുമ്പിക്കൈൻ്റെ മുകളിൽ ചവിട്ടി വലത്തേക്കാല് ഇടത്തേക്കാല് മസ്തകത്തിന്റെ മുകളിൽ ചവിട്ടിയിട്ട് അങ്ങനെയാണ് നിൽക്കണത് പൊന്നു ഗുരുവായൂരപ്പൻ. ആ മതയാനയെ കീഴ്പ്പെടുത്തി നിൽക്കുന്ന രംഗത്തിലാണ് ശ്രീലകത്ത് നിൽക്കണത്. എന്തൊരു കൗതുകം അറിയോ ചാർച്ച ചെയ്ത് കാണാൻ. നല്ല ആന വീണ് കിടക്കണമെന്ന് തന്നെ നല്ല കൗതുകമുണ്ട്. ആ ആനയുടെ മുകളിൽ തുമ്പിക്കൈൻ്റെ മുകളിൽ ചവിട്ടിയിട്ട് മസ്തകത്തിൽ ചവിട്ടി നിൽക്കുന്ന ഒരു ഉണ്ണിക്കണ്ണനായിട്ടാണ് ചാർത്തി. രണ്ട് കാലുമിൽ അതാ പൊൻതളകൾ ചാർത്തിയിട്ടുണ്ട്. നല്ല എല്ലാ കൗതുകം. ചുവന്നപ്പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്, കസവോട് കൂടിയുള്ള ചുവന്നപ്പട്ട്. അത് നല്ല കൗതുകം. അരയിൽ നല്ല ഭംഗിയുള്ള ഒരു കിങ്ങിണി ചാർത്തിയിട്ടുണ്ട്. കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാമാല, ഒരു പതക്കം കഴുത്തിനോട് ചെന്ന് വളയം പോലത്തിന് മാലയും ചാർത്തിയിട്ടുണ്ട്. മിട്ടുമിട്ടുക്കനായിട്ടൊരു ഉണ്ണി. ആ വീരശൂര പരാക്രമിയെ പോലെ തന്നെ ആനയുടെ തുമ്പിക്കൈൻ്റെ മുകളിൽ ഒരു കാലം കൊണ്ട് ചവിട്ടി മസ്തകത്തിൻ്റെ മുകളിൽ ചവിട്ടി ആനേനെ അവിടെ നിലത്ത് വീഴ്ത്തിയിട്ടുണ്ട്. അങ്ങനെയാ നിൽക്കണത്. ആന നിലത്ത് വീണ് കിടക്കുക. ആനയുടെ പുസ്തകത്തിൻ്റെ മുകളിലാണ് ഇടത്തേക്കാല്. ഓടി കയറിയ പോലെ തോന്നും കണ്ടല്ല. അങ്ങനെ നല്ല രസമായിട്ടാണ് ചാർത്തിരിക്കണം. കൈവളകൾ തോളുവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. രണ്ട് കയ്യിലും ആ ആനയുടെ രണ്ട് കമ്പും വലിച്ചൂരി രണ്ട് കയ്യിലും പിടിച്ചിട്ടുണ്ട്. ഇടത്തെ കയ്യിലെ കൊമ്പ് പൊക്കി പിടിച്ചിട്ടുണ്ട്, വലത്തെ കൈ ഇങ്ങനെ മാറോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ആനയുടെ രണ്ട് കൊമ്പും ഊരി വലിച്ചൂരി മസ്തകത്തിൻ്റെ മുകളിൽ ചവിട്ടി നിൽക്കണ ആ ഒരു പൊന്നുണ്ണി കാണാനായിട്ട് അത് നല്ല കൗതുക കാണാൻ. എന്തൊരു ഭംഗിയാറ് ചാർത്ത് ചെയ്ത് കാണാൻ. ചെവിയിൽ രണ്ട് ചെവിയിലും ഗോപി തിലകം വെച്ചിട്ടുണ്ട്, നെറ്റീമിൽ ഗോപി തിലകം വെച്ചിട്ടുണ്ട്. മിടുമിടുക്കനായിട്ടുണ്ണി. ഒരു വീരശൂര പരാക്രമി പോലെ തന്നെ ആനയുടെ ആ എന്താ മസ്തകത്തിൻ്റെ മുകളിൽ കയറി നിൽക്കണ കണ്ടാൽ തന്നെ നല്ല രസമാണ്. ഒരു കാല് തുമ്പിക്കൈൻ്റെ മുകളിൽ, ഒരു കാലം മസ്തകത്തിൻ്റെ മുകളിലും. അങ്ങനെ ഓടിക്കയറി രണ്ട് കൊമ്പും പറിച്ച് ഓടിക്കയറി നിൽക്കുന്ന ഒരു ഉണ്ണിക്കണ്ണനായിട്ട് എന്തൊരു കൗതുകാരോ കാണാൻ. നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. കണ്ടാൽ തന്നെ നല്ല സന്തോഷം. ഉണ്ണിക്കണ്ണൻ അത് നല്ല അനുപാതത്തിൽ നല്ല ഒരേ ഇതിലായിട്ട് കല്ലി തൊട്ടുകൂടി വരും. നല്ല ഭംഗിയായിട്ടുള്ളൊരു ഉണ്ണിക്കണ്ണൻ. പീലി തിരുമുടി വെച്ചിട്ട് 3 പീലിയൊക്കെ വെച്ചിട്ട് കളപ്പം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. അതൊക്കെ കാണാൻ നല്ല കൗതുക. ഉണ്ണിക്കണ്ണൻ്റെ മുഖം തന്നെ കാണാൻ നല്ല കൗതുക. അങ്ങനെ കുലയാപീഠം എന്ന് പറഞ്ഞ ആനേൻ്റെ എന്താ രണ്ട് കൊമ്പും വലിച്ചു ഊരി ആനയുടെ പുസ്തകത്തിന് മുളക്ക് ഓടിക്കയറുന്നൊരു ഉണ്ണിക്കണ്ണൻ. ആന അവിടെ നിലംപരിശായിട്ട് കിടക്കുക. അങ്ങനെ അത്ര ശക്തിയോട് കൂടി ആ വീരശൂര പരാക്രമിയായ നമ്മളെ പൊന്നുണ്ണിക്കണ്ണൻ ആനയുടെ മസ്തകത്തിന് മുകളിൽ ചവിട്ടിങ്ങനെ നിൽക്കുന്നത് നല്ല കൗതുകമുണ്ട് കാണാൻ. ഗുരുവായൂരപ്പാ. തിരുമുടിമാല ഒരെണ്ണാണ് ചാർത്തിരിക്കുന്നത്. വെളുത്ത അന്ത്യാറ വട്ടം കൊണ്ടുള്ള തിരുമുടിമാല. കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു വനമാല, തെച്ചിയും തുളസിക്കുന്ന ഇടകലർന്ന് നല്ല ഭംഗിയുള്ള ഒരു വനമാലയും ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് കോലയാപീഠത്തിൻ്റെ ഈ കോലയാപീഠം എന്ന് പറഞ്ഞാൽ ആനയുടെ വസ്ത്രത്തിൻ്റെ മുകളിൽ കയറി നിൽക്കണം ഉണ്ണിക്കണ്ണൻ. നല്ല കൗതുകം. ഈ തിരുമുടിമാലയുടെ മുകളിൽ വിധാനമായിട്ട് 4-5 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂർണ്ണ നല്ല തടിച്ചുരുണ്ട ഒരു ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട് വിധാനമായിട്ട്. പിന്നെ നിറയെ തെച്ചിയും താമരയും തുളസിയായിട്ടുള്ള ഉണ്ടമാലകളും. അങ്ങനെ 5-6 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. ശ്രീലകത്തേക്ക് നമുക്ക് നല്ല ആ വീരശൂര പരാക്രമമായ നമ്മുടെ ഉണ്ണിക്കണ്ണൻ ആ കോലയാപീഠത്തിന് നിലത്ത് വെച്ചിട്ട് അതിൻ്റെ വസ്ത്രത്തിന് മുകളിൽ കയറി നിൽക്കണ ആ ഭാവം ഉണ്ടല്ലോ, നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ട് നല്ല സന്തോഷം കണ്ടാൽ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. കൃഷ്ണനെ കാണാൻ സാമൂരിക്കുള്ള തൃഷ്ണയെ വില്ല മംഗലം ബോധിപ്പിച്ചപ്പോൾ അച്യുതൻ കാണാൻ സാധിപ്പിക്കാമെന്നേറ്റോതി. കണ്ണനേറ്റത് കേട്ടറിഞ്ഞൊരു പുണ്യവാനായ സാമൂരി വില്ലമംഗലയോഗിതൻ പാദ പല്ലവം തൊട്ടു നോക്കിനാൻ. അപ്പോൾ കാണായ തേജോമഗ്നമാം ശില്പമാനുടെ വിഗ്രഹം നീലകാന്തി നികുഞ്ചത്തിൽ പാറിലാലസിക്കും ലീലാശുഖം. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്തതാ പൊന്നുണ്ണിക്കണ്ണൻ കുവലയാപീഠത്തിൻ്റെ തുമ്പിക്കൈൻ്റെ മുകളിൽ വലത്തേക്കാല് ചവിട്ടി ഇടത്തേക്കാല് മസ്തകത്തിൻ്റെ ചുവട് ചില ആനേനെ അവിടെ നിലംപരിച്ചാക്കിയിട്ടുണ്ട്. അങ്ങനെ ആ വീരശൂര പരാക്രമിയെ പോലെ ആ കുഞ്ഞിക്കണ്ണൻ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ അത് നിൽക്കണ കാണാൻ എന്തൊരു കൗതുകം. കളഭം കണ്ട് അതീപം ഗംഭീരമായിട്ട് അലങ്കരിച്ചിരിക്കണം. നല്ല കൗതുകം കണ്ട് കാണാൻ നല്ല സന്തോഷത്തിലാണ് ഞാൻ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ആ കുവലയാപീഠത്തിന് മോക്ഷം കൊടുത്തു ആ മതയാനയ്ക്ക്. അതുപോലെ ഈ ഭക്തന്മാരായ ഞങ്ങൾക്ക് മോക്ഷം തരണേ, ഞങ്ങൾ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ 2 കുഞ്ഞിക്കാലുകളുണ്ടല്ലോ, ഒന്ന് മസ്തകത്തിൻ്റെ മുകളിൽ, ഒന്ന് തുമ്പിക്കൈൻ്റെ മുകളിൽ കേട്ടോ. ആ 2 ഓടിക്കയറാന്ന് തന്നെ പറയാം. തുമ്പിക്കൈൻ്റെ മുകളിൽ കൂടെ ഓടിക്കയറണ പോലെ കണ്ടാൽ തോന്നുക. ഒരു കാലം തുമ്പിക്കൈൻ്റെ മുകളിൽ, ഒരു കാലം മസ്തകത്തിൻ്റെ മുകളിൽ. ആ 2 തൃപ്പാദം മുറുകെ പിടിക്കുക. അത് അളകെട്ടിയ തൃപ്പാദം.
ഞങ്ങളുടെ മനസ്സിലെ മതമായ ചിത്തചിന്തകളെല്ലാം മാറ്റിക്കളഞ്ഞ് മോക്ഷം തരേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ പുഞ്ചിരി തൂക്കിക്കൊണ്ട് ആ വീരശൂര പരാക്രമമായ നമ്മുടെ ഉണ്ണിക്കണ്ണനോട് നമുക്ക് അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഉറക്ക നാമം ജപിക്കാം. നമുക്ക് എന്താ പുഞ്ചിരി, നമ്മളെ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് ആ ശ്രീലകത്ത് നിൽക്കണം കേട്ടോ. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ ഭാവം മാറി നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടിയുള്ള മുഖഭാവം ആ പുഞ്ചിരി തൂകിയും കൊണ്ട് ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഉറക്ക നാമം ജപിക്കാം നമുക്ക്. കണ്ണൻ നമ്മളെ കൈവിടില്ല കേട്ടോ. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട്. നാരായണ 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 ഹരേ ഹരേ.